ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയുക. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. വിശദമായി കേൾക്കുന്നതിനായി കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ദീപക് ജീവനൊടുക്കിയതിൽ ഷിംജിതയ്ക്ക് പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, എന്തായാലും ഷിംജിത കുറച്ചധികം നാളുകളായി ജയിലിൽ തന്നെ തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ജാമ്യാപേക്ഷ വളരെ നിർണായകമായിരിക്കും. ഇതിൽ ഇങ്ങനെയൊരു തരത്തിലുള്ള ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്ന വാദത്തിൽ ഷിംജിത ഉറച്ചു നിൽക്കുമ്പോൾ ഇത് വൈറലാകാനുള്ള ഷിംജിതയുടെ ശ്രമങ്ങളാണെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാദങ്ങളും വളരെ വിശദമായി തന്നെ കോടതി കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിധി വളരെ നിർണായകമാകും. ദിവ്യ, നിലവിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതാണ് ഈ രീതിയിൽ ജാമ്യം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. 3 തവണയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെച്ചത്. ആദ്യഘട്ടത്തിൽ ജനുവരി 27 ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ആ സമയത്ത് സ്വാഭാവികമായും കേസന്വേഷണം തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചില്ല. പിന്നീടാണ് 14 ദിവസത്തെ റിമാൻഡ് പൂർത്തിയാക്കിയ സമയത്തും കഴിഞ്ഞ ബുധനാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അന്നും ജാമ്യം ലഭിക്കാനിടയുണ്ടായില്ല. അതിനുശേഷമാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാക്കിയത്. ഏതായാലും പോലീസിന്റെ വാദം, പ്രോസിക്യൂഷൻ വാദം എന്ന് പറയുന്നത് ഷിംജിത ഇതൊരു റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ആണ്. ആ രീതിയിൽ 2 മില്യൺ ആളുകളാണ് ആ ദിവസം തന്നെ ഈ വീഡിയോ കണ്ടത്. ആ രീതിയിൽ ഒരു ലാഭം ഉണ്ടാക്കുക മാത്രമായിരുന്നു ഷിംജിതയുടെ ലക്ഷ്യമെന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പിലുള്ളത്. ആ സമയത്തൊക്കെ തന്നെ പോലീസിന്റെ വാദം, അങ്ങനെ പ്രോസിക്യൂഷനും ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ജാമ്യം ലഭിക്കാതിരുന്നത്. ഏതായാലും ഇന്നൊരു പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഷിംജിത ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഷിംജിതയ്ക്ക് മോശാനുഭവം ഈ പയ്യന്നൂരിലെ ബസ് യാത്രയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആ മോശാനുഭവം പകർത്തുകയും അതിനെതിരെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചതെന്നുള്ളൊരു വാദം തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ. അതായത് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി കുന്ദമംഗലം കോടതിയിൽ എത്തിച്ചപ്പോഴൊക്കെ തന്നെ ഷിംജിത പ്രതികരിച്ചത് ആദ്യഘട്ടത്തിലുള്ള പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത ചെയ്യുന്നത്. എന്നാൽ പോലീസ് പറയുന്നത്, അതായത് പ്രോസിക്യൂഷൻ പറയുന്നത് ഇങ്ങനെ ഒരു റീച്ചിന് വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയും ആ രീതിയിൽ ഒരു ലാഭമാണ് ഷിംജിത ലക്ഷ്യം വെച്ചത് എന്നുള്ളൊരു വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഏതായാലും ഇന്നൊരു പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള കൂടുതൽ സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷിംജിതയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ആ രീതിയിൽ ബസ് ജീവനക്കാരെ അടക്കം പോലീസ് അവരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. ആ രീതിയിൽ കേസന്വേഷണം ഏതാണ്ട് ഇന്നൊരു പക്ഷേ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ച് ആ രീതിയിൽ മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് ജാമ്യം ലഭിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഏതായാലും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 16 ഇങ്ങനെ ഗോവിന്ദാപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ഷിംജിത എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി വിദേശത്ത് കടന്നു എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്ത ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി പോലീസ് ഇവർക്ക് വിദേശത്തെ കടക്കാനുള്ള ചില നിയമ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ആ രീതിയിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ, രഹസ്യാന്വേഷണത്തിൽ വടകരയിലെ ബന്ധുവീട്ടിൽ ഇവർ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ പോലീസ് അവിടെ മഫ്തിയിലെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഷിംജിതയെ പിടികൂടുകയും പിന്നീട് കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ നമുക്ക് തന്നെ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ 14 ദിവസത്തെ സ്വാഭാവിക റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യം ലഭിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ കോടതി വിവിധ കാരണങ്ങൾ, അതായത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ജാമ്യത്തെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചില്ല. അത് വൈകുന്നതിന് അതേ തുടർന്നാണ് ഇങ്ങനെ ജാമ്യം നിഷേധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പിന്നീട് മാറ്റിവെക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഇന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള കൂടുതൽ സാധ്യതയാണ് കാണുന്നത്. ദിവ്യ.